ഇനി നമുക്ക് ഒരു നമ്പർ ബർത്ത്ഡേ കാർഡ് ചെയ്യാം. ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കാർഡാണ് ചെയ്യുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി രസകരമാക്കാൻ വേണ്ടിയാണ് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് ബർത്ത്ഡേക്ക് മറ്റും വിഷ് ചെയ്യാനായിട്ട് കാർഡായിട്ടും ചെയ്യാം. ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനൊരു പേപ്പർ രണ്ടായിട്ട് മടക്കിയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിട്ട് അകത്ത് നമുക്ക് എഴുതാനുള്ളത് എഴുതാം. അതല്ല എങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഒരൊറ്റ ഷീറ്റ് മാത്രം എടുത്തിട്ട് നമുക്കിവിടെ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് എന്താണോ വിഷ് ഉള്ളത് അത് എഴുതാം. നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്കൊരു ബാസ്ക്കറ്റ് വരച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലവർ വയ്ക്കുന്ന രീതിയിൽ നമുക്കൊരു ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും വയ്ക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് വരച്ചിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് മറ്റേതെങ്കിലും ഒരു കളർ പേപ്പർ വെച്ചിട്ട് വെട്ടിയെടുത്ത് ഒട്ടിക്കാവുന്നതുമാണ്. ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതാവുമ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. നമുക്ക് വെട്ടിയെടുത്ത പേപ്പർ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പിന്ന് വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നാവണമെന്നില്ല, ഏതെങ്കിലും സാധനം വെച്ചിട്ട് കൂർത്ത സാധനം വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്പേഴ്സ് കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 5, 4, 3, 2, 1 ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഹോൾ ഇടാൻ പോകുന്നത്. ഇതുപോലെ 5, ഇനി ഇതിന് മുകളിലായിട്ട് 4. നമുക്ക് ആദ്യത്തെ ലെയർ ചെയ്തിട്ട് പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് മുകളിലോട്ട് ചെയ്താലും മതിയാകും. നമ്മൾ വെള്ള പേപ്പറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പല കളർ പൂക്കൾ ഒട്ടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നമ്മൾ ആദ്യത്തെ ലെയർ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ഈ ഹോളിലൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഇതിൻ്റെ തണ്ട് അകത്തേക്ക് ഇറക്കി കൊടുക്കാം. ഞാനിപ്പോൾ വെള്ള കളറിലുള്ള പൂവാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള പല കളർ പൂവ് എടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ പൂ ഈ ഹോളിലൂടെ നമുക്ക് അകത്തേക്ക് കയറ്റി കൊടുക്കാം. നമുക്കിതുപോലെ അകത്തേക്ക് കയറ്റാം. രണ്ടാമത്തെ പൂവും അതുപോലെ തന്നെ ഈ ഹോളിലൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു വരി ഫുള്ള് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു വരി നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് നമുക്ക് 4 എണ്ണം വെച്ചിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് വിഷ് എഴുതി കൊടുക്കാം. നമ്മൾ എന്താണ് എഴുതുന്നത് അത് നമുക്ക് എഴുതാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും മറ്റും നമ്മളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് അവർക്ക് സമ്മാനിക്കാം. മാത്രമല്ല